ആയുധങ്ങൾ എന്താണെന്ന് ഏതാണ്ട് ഒരു നൂറ്റാണ്ട് മുമ്പ് തന്നെ ജെയിംസ് ജോയ്സ് എന്ന പ്രസിദ്ധനായ ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഐറിഷ് എഴുത്തുകാരൻ നിർവചിച്ചിട്ടുണ്ട്. അദ്ദേഹം ഒരു എഴുത്തുകാരൻ, പ്രത്യേകിച്ച് വിഷമഘട്ടത്തിൽ കൂടി കടന്നു പോകുന്ന ഒരു എഴുത്തുകാരൻ ലോകത്തെ നേരിടാൻ അയാൾക്ക് അല്ലെങ്കിൽ അവൾക്ക് 3 ആയുധങ്ങളാണുള്ളത്. ഒന്ന് പ്രവാസം, രണ്ടാമത് കൗശലം, കണ്ണിങ്നെസ്, എക്സൈൽ, കണ്ണിങ്നെസ്, മൂന്നാമത് മൗനം, സൈലൻസ്. ഇത് ഏതാണ്ട് കല്ലിൽ കൊത്തിവച്ച അക്ഷരമായി ഈ നൂറ്റാണ്ടും ഇത് തുറന്നു വരുന്ന നൂറ്റാണ്ടുകളിലും നാം കൊണ്ടു നടക്കുന്നു. പ്രത്യേകിച്ച് ഈ കൗശലം എന്നുള്ളത്, പ്രവാസത്തിലേക്ക് പിന്നെ വരാം, ഈ കൗശലം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എഴുത്തുകാരെ മൗനികളാക്കിക്കൊണ്ടിരിക്കുന്ന, എഴുത്തുകാരുടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തെ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു കാലഘട്ടത്തിൽ എങ്ങനെ സർഗാത്മകത വിരചിക്കണം എന്നതിന് ഏറ്റവും എഴുത്തുകാരൻ്റെ തുണീരത്തിൽ, ആയുധപ്പുരയിൽ വേണ്ട ഏറ്റവും വലിയ ആയുധം കൗശലമാണ്. കണ്ണു വെട്ടിച്ച് എഴുതുക എന്നുള്ളത്. ഇതൊന്നും സാധിക്കാത്ത ഭൗതിക സാഹചര്യം അതിനെ അനുവദിച്ചില്ലെങ്കിൽ പിന്നെ പ്രവാസമാണ്. ഈ പ്രവാസം കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ്, അടുത്ത നടപടി ഏതാണ്ട് മരണത്തോടടുത്ത് നിൽക്കുന്ന ആ നടപടി മൗനമാണ്. അങ്ങനെ എഴുത്തിൻ്റെ കാര്യത്തിൽ വളരെ ശക്തമായ റോള് എന്നും വഹിക്കുന്ന ഒരു മനുഷ്യാവസ്ഥയുടെ പേരാണ് പ്രവാസം. ഈ ജോയ്സിന് തന്നെ നാട് വിടേണ്ടി വന്നു. അദ്ദേഹം സ്വിറ്റ്സർലൻഡിൽ പോവുകയും അയർലൻഡ് വിട്ട് സ്വിറ്റ്സർലൻഡിൽ പോവുകയും അവിടെ മരണമടയുകയും ചെയ്തു. ഇത്തരത്തിലുള്ള മലയാളികളായ പ്രവാസി എഴുത്തുകാർ പലപ്പോഴും രാഷ്ട്രീയപരമായ കാരണം കൊണ്ടല്ല, സാമ്പത്തികപരമായ കാരണം കൊണ്ട് ഞാൻ അടക്കമുള്ളവർ കേരളം വിട്ടുപോയി മറ്റിടങ്ങളിൽ ജോലി ചെയ്യുകയും, ഈ പ്രവാസത്തിന് കുടിയേറ്റവുമായിട്ടുള്ള ഒരു വലിയ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, കുടിയേറ്റം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ വേരുകളെല്ലാം അറ്റുപോയി കഴിഞ്ഞിരിക്കുന്നു. ഇനി തിരിച്ചു വരാൻ പറ്റാത്ത രീതിയിൽ നമ്മൾ നമ്മുടെ നാട്ടിൽ നിന്ന് നിഷ്കാസിതരായിരിക്കുന്നു. ഇന്ന് സിറിയയിൽ നിന്നും മറ്റ് അറബ് രാജ്യങ്ങളിൽ നിന്നും യൂറോപ്യൻ രാജ്യങ്ങളിൽ, ഇപ്പോൾ സ്വീഡൻ്റെയൊക്കെ ജനസംഖ്യയുടെ 10% സിറിയക്കാരാണ്. അഭയാർത്ഥികളായി എത്തുന്നവർ ഈ കൂട്ടത്തിൽ പെട്ടുന്നതാണ്. പിന്നെ ഈ സാമ്പത്തിക അഭയാർത്ഥികളായി നമ്മളെപ്പോലെയുള്ളവർ താത്കാലിക വാസത്തിനായി മറുദേശങ്ങളിൽ പോകുന്നു. ഇത്തരം ഒരു ദരിദ്ര സംസ്ഥാനമായ കേരളത്തിന് ഇതിൻ്റെ ദീർഘമായ ഒരു പാരമ്പര്യമുണ്ട്. ഈ പ്രവാസത്തിൻ്റെ അത് 1-ാം ലോക മഹായുദ്ധത്തിന് മുമ്പാണെങ്കിൽ ബർമയായിരുന്നു ഒരു പ്രധാനപ്പെട്ട സ്ഥലം. സിംഗപ്പൂർ അല്ലെങ്കിൽ ഫെഡറേറ്റഡ് മലൈ സ്റ്റേറ്റ്സ്, FMS എന്ന് പറയും, ഇന്നത്തെ മലേഷ്യ, ഈ സ്ഥലങ്ങളിൽ നിന്ന് ഈ സ്ഥലങ്ങളിലേക്ക് കുടിയേറ്റമുണ്ടായി. പിന്നെ നടന്ന വലിയൊരു കുടിയേറ്റം കേരളത്തിൽ, അതും സാമ്പത്തികമായ കാരണം കൊണ്ട് തെക്ക് നിന്നുള്ള ആളുകൾ 1920കളിലും 30കളിലും വടക്കോട്ട് പോവുകയും അവിടെ മലപ്രദേശത്ത് കൃഷി ചെയ്ത് താമസിക്കുകയും ചെയ്തു. ഈ തിരുവിതാംകൂർ കുടിയേറ്റം കേരള ചരിത്രത്തിലെ വലിയൊരു അധ്യായമായിരുന്നു. തുടർന്ന് ഒരു മഹത്തായ, ഏറ്റവും കേരളത്തെ സാമ്പത്തികമായിട്ടും സാംസ്കാരികമായിട്ടും കലാപരമായിട്ടും
മറ്റും ഏറ്റവും കൂടുതൽ സഹായിച്ചിട്ടുള്ളതും ഒരു നാഴികക്കല്ലായി മാറിയ ഒരു പ്രവാസം, അല്ലെങ്കിൽ താത്കാലിക പ്രവാസം എന്ന് നമുക്ക് വിളിക്കാം. കാരണം തിരിച്ചു പോകേണ്ടവരാണ് ഈ മുറിയിലുള്ള മിക്കവാറും ഗോൾഡൻ വിസക്കാരൊഴിച്ച് ബാക്കി എല്ലാവർക്കും തിരിച്ചു പോകേണ്ടവരാണെന്ന് തോന്നുന്നു. അപ്പോൾ ഈ താത്കാലിക പ്രവാസത്തിന് ഇതിൻ്റെ തോത്, ഇതിൻ്റെ അളവ് വളരെ വലുതാണ്. ഇത് കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയും സാംസ്കാരിക അന്തരീക്ഷത്തെയും അടിമുടി പിടിച്ചു കുലുക്കിയിട്ടുണ്ട്. ഇങ്ങനെ വിവിധ രാജ്യങ്ങളിൽ പോയി ഉപജീവനം നേടുകയോ ഉപജീവനം കണ്ടെത്തുകയോ ചെയ്യേണ്ട ഒരു ജനത ആയിരുന്നു പണ്ട് മുതലേ മലയാളികൾ. ബംഗാളികളുടെ കാര്യമെടുത്താലോ അല്ലെങ്കിൽ ബീഹാറികളുടെ കാര്യമെടുത്താലോ അവർക്ക് അടുത്ത കാലത്ത് മാത്രമാണ് ഈ പ്രവാസം തുടങ്ങിയത്. അവർ കേരളത്തിലേക്ക് വരുന്നു, അല്ലെങ്കിൽ തമിഴ്നാട്ടിൽ പോകുന്നു, അല്ലെങ്കിൽ മഹാരാഷ്ട്രയിൽ പോകുന്നു ജോലി തേടി. പക്ഷെ നമുക്കിതിൻ്റെ വളരെ ദീർഘമായ പാരമ്പര്യമുണ്ട്. ഇതിൻ്റെ ഫലമായിട്ട് നമുക്ക് ഈ പുറത്തുള്ള സംസ്കാരങ്ങളെക്കുറിച്ചുള്ള അറിവുണ്ടായി. ഇത് മലയാളിയുടെ മാനസിക അവസ്ഥയെ രൂപപ്പെടുത്തുന്നതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. കാരണം ലോകം ഇടുങ്ങിയതല്ല എന്നും നമ്മളെ എങ്ങനെ അതിഥികളായിട്ട് സ്വീകരിച്ച് ഒരു സംസ്കാരം ഇന്ത്യക്ക് വെളിയിൽ അല്ലെങ്കിൽ കേരളത്തിൻ്റെ വെളിയിൽ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതേ ഉദാരതയോടുകൂടി മലയാളി മനുഷ്യരെ കാണാൻ ഈ പ്രവാസം സഹായിച്ചു. ഇതിനെക്കുറിച്ചുള്ള മഹത്തായ സാഹിത്യകൃതികൾ ഉണ്ടായിട്ടുണ്ട്. ഒരു MK മേനോൻ എന്ന് പറഞ്ഞിട്ട് വളരെ പ്രശസ്തനായിട്ടുള്ള വിലാസിനി, അദ്ദേഹത്തിൻ്റെ തലമുറകൾ എന്ന നോവല് വളരെ ഏതാണ്ട് 3 വോളിയങ്ങളിൽ 1000കണക്കിന് പേജുകളിലെ ഗ്രന്ഥമാണ്. ഇത് 19ാം നൂറ്റാണ്ടിൻ്റെ അവസാനം തൊട്ട് ഏതാണ്ട് 1960കൾ വരെയുള്ള മലേഷ്യയുടെ ചരിത്രമാണ്, മലയയുടെ ചരിത്രമാണ്. ഇത് മലയാളിക്ക് മനസ്സിലാക്കി കൊടുക്കാൻ ഒരു പ്രവാസ ജീവിതത്തിന് തന്നെ വേണ്ടി വന്നു. ഇതിന് പുറമെയാണ് നമ്മുടെ ഗൾഫിൽ നിന്നുണ്ടായിരുന്ന സാഹിത്യരചനകൾ. അതിപ്പോൾ പല രീതിയിലും ശ്രദ്ധ പിടിച്ചു പറ്റിയിട്ടുണ്ട്. ഇതിൽ മുഖ്യധാര എന്നോ പ്രവാസ സാഹിത്യമെന്നോ പറഞ്ഞ് നമ്മൾ വ്യത്യസ്തമായി വ്യതിരിക്തമായി കാണേണ്ട ആവശ്യമില്ല. നേരത്തെ മോഡറേറ്റർ സൂചിപ്പിച്ച പോലെ അടിസ്ഥാനപരമായിട്ട് സാഹിത്യത്തിന് അതിർത്തികളോ ഇത്തരം ലേബലിങ്ങുകളുടെയോ ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ നിന്നുണ്ടാകുന്ന സാഹിത്യം ഒരു യാദൃച്ഛിക സംഭവമാണ്. അത് ഇതേ സാഹിത്യം ഇതേ രീതിയിൽ തിരിച്ചുപോയ പ്രവാസിക്ക് കേരളത്തിൽ നിന്നുണ്ടാക്കാം. അല്ലെങ്കിൽ ഈ പ്രവാസ ജീവിതം തന്നെ അനുഷ്ഠിക്കാത്ത ഒരു എഴുത്തുകാരന് ഭാവനയിൽ കൂടി അല്ലെങ്കിൽ ആലോചനയിൽ കൂടി കണ്ടെത്തി എഴുതാവുന്നതാണ്. അപ്പോൾ ഇതിന് ഒരു ലേബലിങ്ങിൻ്റെ ആവശ്യമുണ്ടോ എന്നുള്ളതാണ് എൻ്റെ ആദ്യത്തെ ഒരു ചെറിയ പ്രശ്നം. രണ്ടാമത്തെ പ്രശ്നം ഈ പ്രവാസ ജീവിതവും ഗൃഹാതുരത്വവും തമ്മിലുള്ള ബന്ധമാണ്. ഈ ഗൃഹാതുരത്വമാണോ പ്രവാസ ജീവിതത്തിൻ്റെ മൂലധനം? അതിൻ്റെ അടിസ്ഥാനത്തിലാണോ നമ്മുടെ ഈ സാഹിത്യ സമ്മേളനങ്ങളും ചർച്ചകളും സാഹിത്യത്തിലുള്ള ഇടപെടലും? എനിക്ക് തോന്നുന്നത് അതിന് ഉത്തരം അല്ല എന്നാണ്. കാരണം ഇപ്പോൾ ഈ മുറിയിലിരിക്കുന്ന സഹൃദയർക്ക് ഒരു കാര്യം വ്യക്തമായിട്ടറിയാം. ഇന്ന് ഗൾഫിൽ മലയാളികളുടെ 3ാമത്തെ തലമുറയാണ് ജീവിക്കുന്നത്. ആദ്യം വന്നവർ കേരളത്തിൽ പഠിച്ചു വളർന്ന് വന്നവർ, അവർക്ക് നൊസ്റ്റാൾജിയ ഉണ്ടാകാം, അവർക്ക് ഗൃഹാതുരത്വം ഉണ്ടാകാം, അവർക്ക് കേരളത്തെക്കുറിച്ച് വ്യാകുലതകൾ ഉണ്ടാകാം. എന്നാൽ അതിനുശേഷം ദുബായിൽ പഠിച്ചു വന്ന ഒരു വലിയ തലമുറയുണ്ടായി. അവർക്ക് കുട്ടികളായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നാം ജീവിക്കുന്നത് എന്ന് പറക്കുന്നു. അപ്പോൾ അവർക്ക് കേരളമായിട്ടുള്ള ബന്ധം എന്താണ്? അവരുടെ സർഗാത്മകത ഏത് രീതിയിലാണ് ഈ പ്രവാസ ജീവിതത്തെ കാണുക? അവരുടെ പ്രവാസം എന്താണ്? അത് തന്നെ ഒരു പ്രശ്നമാണ്. അവരുടെ പ്രവാസം കേരളത്തിൽ നിന്ന് മാറി നിൽക്കുകയാണോ അതോ ദുബായിൽ നിന്ന് മാറി നിൽക്കുകയാണോ?
അവർക്ക് പ്രിയപ്പെട്ട ജന്മഭൂമി ഒരുപക്ഷെ ദുബായ് ആയിരിക്കും, അല്ലെങ്കിൽ ഗൾഫ് രാജ്യങ്ങളായിരിക്കാം. ഇത് എന്നെ കാരണം സ്വീകരിക്കപ്പെടുന്ന ഒരു സമുദായമുണ്ട്. ഇപ്പോൾ ഗൾഫിൽ നമുക്ക് സിറ്റിസൺഷിപ്പ് കിട്ടുന്നില്ല, എന്നാൽ US UK ഒക്കെയുള്ള നമ്മുടെ വീട്ടിലെ കുട്ടികൾക്ക് അവിടുത്തെ സിറ്റിസൺ-ആയിട്ട് തന്നെ വളർന്ന് 2-3 തലമുറ കഴിയുമ്പോൾ അവരുടെ സർഗാത്മകത പ്രകടിപ്പിക്കുന്നത് അവിടുത്തെ സംഗീതത്തിലോ അവിടുത്തെ സിനിമയിലോ അവിടുത്തെ കലാവ്യാപാരങ്ങളിലാണ്. അതിൽ വിദൂരമായ ഒരു അമ്മൂമ്മയുടെയോ ഒരു മുത്തച്ഛൻ്റെയോ ഓർമ്മയായി കുട്ടിക്കാലത്ത് നടത്തിയ ചില സന്ദർശനങ്ങളുടെ ചില ഭക്ഷണങ്ങളുടെ മാത്രം ഓർമ്മയായിട്ടാണ് കേരളം തന്നെ നിൽക്കുന്നത്. ഇത് നമ്മൾ മറക്കാൻ പാടില്ലാത്തൊരു കാര്യമാണ്. കാരണം നമ്മൾ എപ്പോഴും ലോകവീക്ഷണം നമ്മുടെ ഒരു പരിസ്ഥിതിയിൽ നോക്കിക്കൊണ്ടാണ് നമ്മൾ ലോകത്തെ കാണുന്നത്. എന്നാൽ അതിനുപരിയായിട്ട് തലമുറകൾ സമയം കടന്നു പോകുന്നു, കാലം കുതിച്ചു പായുന്നു. അതിനോടൊപ്പം തന്നെ ഈ തലമുറകൾ ഇതിനെയൊക്കെ പുതുതായി നിർവചിക്കുകയാണ്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ തലമുറകൾ എന്ന വിലാസിനിയുടെ നോവലിൽ ഇത് വളരെ വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട്. ആദ്യം എത്തുന്ന ആളും 4-ാമത്തെയോ 5-ാമത്തെ തലമുറയിലായി മലേഷ്യയിലെത്തുന്ന ആൾക്ക് പ്രശ്നവും ജീവിതവും എല്ലാം മലേഷ്യയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇതൊക്കെ ഞാൻ കുറച്ച് ചിന്തകൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ്. ഈ മലയാളത്തിൻ്റെ ചാലകശക്തി അന്നും ഇന്നും ഒരു കഴിഞ്ഞ 30 വർഷങ്ങളായിട്ട് പ്രവാസികളായ നിങ്ങളും നിങ്ങളുടെ സംഭാവനകളുമാണ്. അപ്പോൾ അതോർത്തുകൊണ്ട് ഞാൻ വെറും ആമുഖമായിട്ട് ഇത്തരം ചില ഓർമ്മപ്പെടുത്തലുകൾ നടത്തുന്നു. നന്ദി, നമസ്കാരം. നന്ദി ശ്രീ NS മാധവൻ.